Welcome to RK's Stories. പ്രിയേ പ്രണയിനി ഭാഗം 80. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മുറ്റത്തെ ചെടികളിലെ പച്ചിലത്തുമ്പിലും പുൽനാമ്പുകളിലും പറ്റി നിൽക്കുന്ന മഞ്ഞുതുള്ളികളിൽ തട്ടി സൂര്യപ്രകാശം വൈരക്കല്ലുകൾ പോലെ തിളങ്ങി. ഇളം കാറ്റിൽ അലിഞ്ഞു ചേർന്ന മഞ്ഞിന്റെ നേർത്ത കുളിര് ആ പ്രഭാതത്തെ കൂടുതൽ സുന്ദരമാക്കിയിരുന്നു. ജനാലയ്ക്കൽ ആ കാഴ്ചയും കണ്ട് ചിന്തകളിൽ മുഴുകി നിൽക്കുകയായിരുന്ന ഗൗരിയുടെ പിന്നിലൂടെ വന്ന ദേവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്താടി വണ്ണേ, നിനക്കിപ്പോഴും എന്തോ ഒരു വിഷമം പോലെ? അവളുടെ തോളിൽ താടി വെച്ചുകൊണ്ട് ദേവൻ പതുക്കെ ചോദിച്ചു. അവൾ ഒരു നെടുവീർപ്പോടെ അവന് നേരെ തിരിഞ്ഞു. ഞാൻ ചെയ്ത കുറ്റം കൂടി ഏറ്റെടുത്ത് ശ്രീജിത്തേട്ടൻ ജയിലിൽ പോകുമല്ലോ എന്ന് ഓർത്തിട്ടാ ദേവേട്ട. രാജേന്ദ്രനെ സദാനന്ദനെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് സജീവനെ കൊന്ന ആ കുറ്റം കൂടി ഏറ്റു പറയാനായിരുന്നു ഞാനിരുന്നത്. അത് കേട്ട് ദേവൻ കളിയായിട്ടൊന്ന് ചിരിച്ചു. അത് കൊള്ളാം, അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യടി വണ്ണേ? ഗൗരിയുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. കുറച്ചു നാളാണേലും ദേവേട്ടന്റെ ഭാര്യയായിട്ട് ആ സ്നേഹവും ലാളനകളും ഒക്കെ അനുഭവിച്ച് ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചല്ലോ. അവളുടെ ആ വാക്കുകളിൽ അവനോടുള്ള അടങ്ങാത്ത സ്നേഹം തുളുമ്പി നിന്നു. ദേവൻ അവളെ ഒന്നുകൂടി ഇറുകെ പുണർന്നു. എനിക്കത് പോരെ മോളെ, ജീവിതകാലം മുഴുവനെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാകണം. ജിത്തിന്റെ കാര്യമോർത്ത് നീ വിഷമിക്കണ്ട. സജീവനെ നീ കൊന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായി അവൻ തന്നെ കൊന്നേനെ. അതവന്റെ അച്ഛനെ ഇല്ലാതാക്കിയതിന് പകരമായിട്ട് മാത്രമല്ല, ആരോരും സഹായിക്കാനില്ലാത്ത പാവം ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന സദാനന്ദനെ പോലെയുള്ള എത്തിക്കണ്ണികളെ ഇല്ലാതാക്കുക എന്നത് അവന്റെ ലക്ഷ്യം തന്നെയായിരുന്നു. നിയമത്തിന് അത്തരക്കാരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടാവാം ഒരുപക്ഷെ അവൻ ആ വഴി തിരഞ്ഞെടുത്തത്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ എനിക്കത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെങ്കിലും പണ്ടും അവന്റെ ചിന്തകളൊക്കെ അപ്രകാരമായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ദേവനൊരു നെടുവീർപ്പോടെ നിർത്തി. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും തുടർന്നു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ നാവിൽ നിന്നും ആ രഹസ്യം ഒരിക്കലും വെളിയിൽ പോവില്ല. ഒന്നുമില്ലെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് കുറച്ചു നാള് നീ ജയിലിൽ കിടന്ന് ശിക്ഷയൊക്കെ അനുഭവിച്ചതല്ലേ, ഇത് അതിന്റെ കണക്കിലങ്ങ് കൂട്ടിയേക്കാം. അവൾ പതുക്കെ മൂളിയെങ്കിലും ആ മുഖം അപ്പോഴും പ്രസന്നമായിരുന്നില്ല. ഒന്ന് ചിരിക്കടി പെണ്ണേ, ദേ ഇനി അതും ആലോചിച്ച് നിൽക്കണ്ട. അവളുടെ കവളിൽ പതുക്കെ തലോടിക്കൊണ്ടവൻ പറഞ്ഞു. കോടതി ഇനി അവന് ശിക്ഷ വിധിച്ചാലും മിനിമം വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നിന്ന് ഇറക്കിയതുപോലെ ജിത്തിനെയും പുറത്തിറക്കാൻ നമ്മുടെ ബിസിനസ് സാധിക്കും. തൽക്കാലം നമുക്ക് നമ്മുടെ ഈ ജീവിതം അങ്ങ് ജീവിക്കാം. അതും പറഞ്ഞ് ദേവൻ ഗൗരിയെ തന്റെ നെഞ്ചിലേക്ക് വീണ്ടും പുണരുമ്പോൾ മഞ്ഞു വീണ ഒരു പൂ വിടരുന്നത് പോലെ അതിമനോഹരമായ ഒരു ചിരി അവളുടെ ചുണ്ടുകളിൽ വിടർന്നു. അവൾ പൂർണ്ണമായും ആ കരവലയങ്ങൾക്കുള്ളിലേക്ക് ഒതുങ്ങി നിന്നു. പെട്ടെന്നാണ് എന്തോ ഓർത്തതുപോലെ ദേവൻ അവളുടെ മുഖമുയർത്തിയത്. അല്ല, നിന്നെ ആ മീനാക്ഷി നാച്ചിയാരുടെ കൂടെ കണ്ടിട്ട് അമ്മ എന്തു പറഞ്ഞു? ആ ചോദ്യം കേട്ടതും ഗൗരി തന്റെ കൈകൾ കൊണ്ട് വാ പൊത്തി ചിരിച്ചുപോയി. അമ്മ ശരിക്കും പേടിച്ചു പോയി ദേവേട്ട. പാവം, എന്നെ ഇപ്പൊ നോക്കുമ്പോഴേ പുള്ളിക്കാരുടെ കണ്ണുകളിൽ പേടിയാ. ദേവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി കളിയാക്കി. പിന്നെ പേടിക്കാതെ പറ്റുമോ, നീ ഇപ്പൊ വലിയ പുള്ളിയല്ലേ? അവന്റെ ആ കളിയാക്കൽ കേട്ട് കുറുമ്പോടെ അവൾ അവന്റെ മീശത്തുമ്പിൽ പിടിച്ചു വലിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈകൾ വിടുവിച്ചു. എന്നിട്ട് അതിശയത്തോടെ പറഞ്ഞു, പക്ഷെ അവസാനത്തെ സീനിലെ നീ എന്നെ ശരിക്കൊന്ന് ഞെട്ടിച്ചികച്ചു. നീ മാത്രമല്ല ശ്രീജിത്തും. നിന്റെ ആ നിൽപ്പ് കണ്ട ഞാൻ പോലും അങ്ങ് പേടിച്ചുപോയി. അത് മാത്രമല്ല, മീനാക്ഷി നാച്ചിയാർ നിനക്ക് വേണ്ടി നേരിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കൂടാതെ ശ്രീജിത്ത് അങ്ങനെ വേഷം മാറി അവിടെ എത്തുവന്നതും ഞാൻ കരുതാത്ത ഒരു കാര്യമായിരുന്നു. അവൾ അതിന് മറുപടി പറയാതെ ചിരിച്ചതേയുള്ളൂ. പ്രണയം നിറഞ്ഞ അവളുടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ആ ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ അമർത്തി. പ്രഭാതത്തിന്റെ ആ നേർത്ത മഞ്ഞിലും അവരുടെ പ്രണയത്തിന്റെ ഊഷ്മളത ആ മുറിയെ ആകെ പൊതിഞ്ഞു നിന്നു. ചേലക്കലെ തറവാട്ടിലെ വിശ്വന്റെ മുറിയിലെ കട്ടിലിൽ ഉറുമ്പുകളെല്ലാം മാറ്റിവെച്ച് വളരെ ശാന്തനായി ഉറങ്ങുകയാണ് കിച്ചൂട്ടൻ. ഗസ്റ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചതിന് ശേഷം വെളുപ്പിനെയാണ് വിശ്വൻ വീട്ടിലേക്ക് എത്തിയത്. ഉറക്കമൊഴിഞ്ഞതിന്റെ ക്ഷീണമുണ്ടെങ്കിലും കുളിച്ച് ഫ്രഷ് ആയതോടെ അതൊരൽപ്പം കുറഞ്ഞിരുന്നു. മുടി തോർത്തിക്കൊണ്ട് അവൻ ജനാലക്കരികൾ നിൽക്കുന്ന രശ്മികയുടെ അടുത്തേക്ക് വന്നു. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെല്ലാം അവനിൽ നിന്നും അറിഞ്ഞ രശ്മിക ആ ചിന്തകളിൽ മുഴുകി നിൽക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വേട്ടാ, നമ്മുടെ ഗൗരിയാണോ ആ സജീവനെ കൊന്നത്? അവന്റെ കയ്യിലെ ബാത്ത് ടവൽ വാങ്ങി ആ മുടി ഒന്നുകൂടി തോർത്തിക്കൊണ്ട് രശ്മിക ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് വിശ്വൻ അവളെ പതുക്കെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ചെറുപ്പം മുതലേ അവളെ കണ്ടിട്ടുള്ള ആർക്കും
അതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല രശ്മി. അത്രത്തോളം വലിയൊരു മാറ്റമായിരുന്നു ഇന്നലെ ആ കാവിൽ വെച്ച് അവളുടെ മുഖത്ത് ഞങ്ങൾ കണ്ടത്. ഒരു നിമിഷം സാക്ഷാൽ കാവിലെ ദേവിയാണോ അതെന്ന് ഞാൻ പോലും ചിന്തിച്ചുപോയി. പക്ഷേ വിശ്വൻ ഒന്ന് നിർത്തി ദീർഘമായി നിശ്വസിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അവളെ കുറ്റപ്പെടുത്താനും തോന്നുന്നില്ല. അത്രത്തോളം ദ്രോഹമല്ലേ ആ സദാനന്ദനും രാജേന്ദ്രനും ഒക്കെ അവളോടും അവളുടെ കുടുംബത്തോടും ഒക്കെ ചെയ്തത്. സ്വന്തം അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയവരോട് അവൾക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയാൽ അതിൽ നമുക്ക് അവളെ തെറ്റു പറയാൻ പറ്റില്ല. അതെ. ഗൗരി അനുഭവിച്ച വേദനകൾ ഓർത്ത് രശ്മിക്കയും സങ്കടത്തോടെ തലകുലുക്കി അത് സമ്മതിച്ചു. വിശ്വൻ പതുക്കെ തിരിഞ്ഞ് കട്ടിൽ ഉറങ്ങുന്ന മകനെ നോക്കി. ഫാനിന്റെ നേർത്ത കാറ്റിൽ ഇളകി കളിക്കുന്ന കിച്ചൂട്ടന്റെ കൊച്ചു മുടിയിഴകളിൽ അവൻ അതിയായ വാത്സല്യത്തോടെ പതുക്കെ തലോടി. രാത്രി കിടക്കാൻ നേരത്ത് കിച്ചൂട്ടൻ എന്നെ അന്വേഷിച്ചോ? അവന്റെ കണ്ണുകളിൽ അപ്പോൾ ഒരു അച്ഛന്റെ നിറവാത്സല്യവും സ്നേഹവും തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. ആ സ്നേഹം കണ്ട് രശ്മികയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി വിരിഞ്ഞു. അവൾ തന്റെ ഇരു കൈകളും കൊണ്ട് അവനെ ഇറുകെ ചുറ്റിപ്പിടിച്ചിട്ട് ആ കവളിൽ അമർത്തി ഉമ്മ വെച്ചു. മകൻ മാത്രമല്ല, അവൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞു. പിന്നെ? വിഷൻ പുരികമുയർത്തി അവളെ നോക്കി. എനിക്കും ഇപ്പൊ വിശ്വട്ടനെ കാണാതെ ഒട്ടും ഉറക്കം വരില്ല എന്നായിട്ടുണ്ട്. അവളുടെ സ്വരം വല്ലാതെ നേർത്തിരുന്നു. ഓ! വിശ്വനൊരു കള്ളച്ചിരിയോടെ അവളുടെ മൂക്കിൽ മെല്ലെ കിള്ളി വലിച്ചു. അവൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് വീണ്ടും അവന്റെ കവളിൽ മൃദുവായി ചുംബിച്ചു. അവളുടെ ആ ചുംബനത്തിലും മത്തുപിടിപ്പിക്കുന്ന ആ കണ്ണുകളുടെ തിളക്കത്തിലും അവൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിശ്വന് മനസ്സിലായി. അവനിലെ പുരുഷനെ ഉണർത്തുന്നതായിരുന്നു അവളുടെ ആ നോട്ടം. അവൻ പതുക്കെ അവളുടെ മുഖം തന്റെ കൈക്കുമ്പിലങ്ങ് എടുത്തു. നിറഞ്ഞ പ്രണയത്തോടെ അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ അതിരങ്ങളിലും കഴുത്തിലും അവന്റെ ചുണ്ടുകൾ ഒഴുകി അമർന്നപ്പോ അവൾ അവനിലേക്ക് പൂർണ്ണമായും അലിഞ്ഞു ചേർന്നു. ക്രമേണ ആ ചുംബനങ്ങൾക്കൊപ്പം അവന്റെ വിരലുകൾ അവളുടെ ശരീരത്തിന്റെ ഓരോ കോണുകളിലേക്കും പരതാൻ തുടങ്ങി. ആ പുലരിയുടെ കുളിരിലും അവരുടെ ശരീരത്തിൽ വല്ലാത്തൊരു ചൂട് പടർന്നു. അവന് പൂർണ്ണമായും വിധേയയാകാനുള്ള ആഗ്രഹത്തോടെ ആ സ്നേഹലാളനകളിൽ മതിമറന്ന് അവൾ അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കിടക്കയിലേക്ക് പതുക്കെ ചാഞ്ഞു. പ്രണയവും കാമവും ഇഴചേർന്ന് ആ നിമിഷങ്ങളിൽ ബാഹ്യലോകം മറന്ന് അവർ തങ്ങളുടെ മാത്രം ലോകത്തിലേക്ക് ഊളിയിട്ടിറങ്ങുകയായിരുന്നു. ആര്യകത്തെ തറവാട്ട് വീട്ടിൽ തലേ ദിവസത്തെ വലിയൊരു യുദ്ധം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ രാത്രി വൈകി വന്ന് കിടന്നുറങ്ങിയ അനന്തൻ മെല്ലെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്ന പാടെ അവൻ കണ്ടത് കട്ടിലിന്റെ ഒരറ്റത്ത് തന്നെ നോക്കിയിരിക്കുന്ന വൈശാഖിയെയാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഈറമുടിയൊക്കെ കോതി ഒതുക്കി വളരെ സുന്ദരിയായിട്ടാണ് അവൾ ഇരിക്കുന്നത്. അവളുടെ മുഖത്തെ ആ പ്രസരിപ്പും കുസൃതിച്ചിരിയും കണ്ട് അനന്തനും ഒരു ചിരിയോടെ എഴുന്നേറ്റിരുന്നു. ഇതെന്ത് പറ്റി മോളെ? കാലത്ത് തന്നെ കുളിച്ച് ഇത്ര റെഡിയായിരിക്കുന്നേ? ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ നീ? അവൻ ഉറക്കച്ചടവോടെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവന്റെ താടിയുള്ള കവളത്തിട്ട് സ്നേഹത്തോടെ ഒരു കുത്തുവെച്ചു കൊടുത്തു. എന്നിട്ട് കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു, മനുഷ്യ, ഇനിയും കിടന്ന് ഉഴപ്പാന്റെ ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. കവളും തടവി കാര്യം മനസ്സിലാവാതെ അനന്തൻ കണ്ണു പിഴിച്ചു. എന്തു പറ്റിയടി? അവൾ ഇരു കൈകളും മാറിൽ പിണച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി ചുണ്ടുകൂട്ടി. എനിക്കൊരു കൊച്ചിനെ വേണമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ടേ വർഷങ്ങൾ കുറേയായി. അപ്പോഴൊക്കെ ഓരോരോ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് നടപ്പായിരുന്നല്ലോ നിങ്ങൾ. പെങ്ങളുടെ കാര്യം ഒന്ന് ശരിയാവട്ടെ, ആ സദാനന്ദനെയും രാജേന്ദ്രനെയും ഒക്കെ ഒന്ന് ഒതുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പതേ പെങ്ങളുടെ ജീവിതം ശരിയായി, ആ സദാനന്ദനും രാജേന്ദ്രനും എന്നേക്കുമായി ഒതുങ്ങുകയും ചെയ്തു. അവൾ പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടിയതും അനന്തന്റെ മുഖത്ത് ഒരു കള്ളച്ചേരി വിടർന്നു തുടങ്ങി. വൈശാഖി വിടുന്ന മട്ടില്ലായിരുന്നു. ഇനി എന്റെ പൊന്നുമോൻ വേഗം ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിക്ക്, അമ്പലത്തിൽ പോണം. അത് കേട്ട് അനന്തൻ മീശ പിരിച്ചുകൊണ്ട് കുസൃതിയോടെ അവളെ നോക്കി. അതിനിപ്പോ അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? നീ പറഞ്ഞ ആ കാര്യം വേണേ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങാം. എനിക്ക് പൂർണ്ണ സമ്മതം. അവൻ അവളെ കടന്നു പിടിക്കാനായി കൈനീട്ടി. അവന്റെ ഉദ്ദേശം മനസ്സിലായതും വൈശാഖി ചിരിച്ചും കൊണ്ട് ഒഴിഞ്ഞു മാറി. അയ്യടാ, ഒരു പൂതി കണ്ടില്ലേ? ആദ്യം എഴുന്നേറ്റ് പോയി കുളിക്കട ചക്ക. നല്ലൊരു കാര്യത്തിന് തറക്കല്ലിട മുന്നേ അമ്പലത്തിൽ പോയി ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് വരാം. ഓ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞാൻ എപ്പോഴേ റെഡി. ആവേശത്തിൽ പറഞ്ഞുകൊണ്ട് അനന്തൻ കട്ടിൽ നിന്നും ഒറ്റച്ചാട്ടത്തിൽ എഴുന്നേറ്റു. അവന്റെ ആ ധൃതി കണ്ട് ചിരിയടക്കാൻ പാടുപെട്ട വൈശാഖി എടുത്തു വെച്ചിരുന്ന ബാത്തവൽ അവന് നേർക്ക് നീട്ടി. ടവൽ വാങ്ങുന്നതിനിടയിൽ അവൻ അവളുടെ തുടുത്ത കവളിൽ പതുക്കെ ഒന്ന് തോണ്ടി. പിന്നെ ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി അവൻ വാഷ്റൂമിലേക്ക് നടന്നു. തുടരും. പ്രിയ പ്രണയിനുടെ അവസാന ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക്